നിക്ഷേപ സാധ്യതകൾ തുറന്നിട്ട് പ്രഥമ വിഴിഞ്ഞം കോൺക്ലേവ് ഇന്ന് സമാപിക്കും. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയെന്ന് കോൺക്ലേവിൽ വ്യവസായ പ്രമുഖർ അഭിപ്രായപ്പെട്ടു. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം 300 പ്രതിനിധികളാണ് കോൺക്ലേവിൽ പങ്കെടുത്തത്. വ്യാവസായ സൗഹൃദമായി മാറിയ കേരളത്തിന് വിഴിഞ്ഞം തുറമുഖം പുതിയ സാധ്യതകൾ തുറക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കോൺക്ലേവിന്റെ ആദ്യ ദിനം. സമുദ്രവ്യോമ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്ന് അദാനി ഗ്രൂപ്പ് കോൺക്ലേവിൽ വ്യക്തമാക്കിയത് നിക്ഷേപകർക്ക് കൂടുതൽ സാധ്യത തെളിയിച്ചു. 20 കിലോമീറ്റർ ചുറ്റളവിൽ എയർപോർട്ടും ദേശീയപാതയും ഉണ്ടെന്നത് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുവെന്നും അദാനി പോർട്സ് അധികൃതർ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സുസ്ഥിരവും കാര്യക്ഷമവുമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും അഭിപ്രായപ്പെട്ടു. കോൺക്ലേവിന്റെ സമാപന ദിവസമായ ഇന്ന് 15ലധികം കമ്പനികൾ വിഴിഞ്ഞത്ത് അനുബന്ധ നിക്ഷേപങ്ങൾക്കായി ധാരണാപത്രം ഒപ്പുവയ്ക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മന്ത്രിമാരായ പി രാജീവ്, വി എൻ വാസവൻ, വി ശിവൻകുട്ടി തുടങ്ങിയവർ പങ്കെടുക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.